ഹായ് ഫ്രണ്ട്സ്, സമയം ഇപ്പോൾ ഏകദേശം 7 മണിയായിട്ടുണ്ട്. ഞങ്ങൾ മനോഹരമായ പ്രാഗ് സിറ്റിയോട് യാത്ര പറഞ്ഞ് ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിലേക്കുള്ള യാത്രയിലാണ്. പ്രാഗ് സ്റ്റേഷനിലെ പ്രഭാത കാഴ്ചകളും യൂറോ സിറ്റി ട്രെയിനിലെ ഫെസിലിറ്റീസും യാത്രയിലെ മനോഹരമായ കാഴ്ചകളും എല്ലാം ഈ എപ്പിസോഡിൽ കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ സ്ട്രീറ്റിലെത്തി ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് പോകേണ്ട ട്രാമാണ് വരുന്നത്. ഡേ പാസ് ടിക്കറ്റിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ട്രാമിനുള്ളിൽ നിന്നും ടിക്കറ്റ് എടുക്കണം. 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഫുൾ പ്രൈസ് ടിക്കറ്റുകളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഒരു ടിക്കറ്റിന് 30 കൊറൂണാണ് നിരക്ക്. 2 ടിക്കറ്റുകൾ ഞങ്ങളങ്ങനെ കാർഡ് ഉപയോഗിച്ച് വാങ്ങി. ലഗേജ് ഉണ്ടെങ്കിൽ അഡീഷണൽ ടിക്കറ്റ് വാങ്ങണമെന്ന് ഞങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. ഇവിടെ ഞങ്ങൾക്കൊരു പിശക് പറ്റി. റൈറ്റ് സൈഡിലുള്ളത് ലഗേജിൻ്റെ ഫെയർ ആണെന്നുള്ള ധാരണയിൽ 15 കൊറൂണ വരുന്ന 2 ടിക്കറ്റുകൾ ഞങ്ങൾ വാങ്ങി. സത്യത്തിൽ ഇത് ലഗേജിൻ്റെ ഓപ്ഷൻ ആയിരുന്നില്ല. ഡിസ്കൗണ്ടഡ് ടിക്കറ്റിന് അർഹതയുള്ളവർക്ക് വേണ്ടിയുള്ളതായിരുന്നു ഈ ഓപ്ഷൻ. മുകളിൽ ലഗേജിൻ്റെ ചിത്രം കാണിച്ചിരുന്നത് കൊണ്ടാണ് അബദ്ധത്തിൽ ഈ ടിക്കറ്റുകൾ ഞങ്ങൾ എടുത്തത്. ലഗേജിന് 20 കൊറോണയുടെ ടിക്കറ്റ് ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത്. എങ്കിലും ടിക്കറ്റ് ഇൻസ്പെക്ഷന് ആരും കയറാത്തതുകൊണ്ട് ഭാഗ്യവശാൽ പ്രശ്നങ്ങളൊന്നും കൂടാതെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. രാവിലെ ആണെങ്കിലും നല്ല തിരക്കുണ്ട് ഇവിടെ. യാത്രക്കാർ തിരക്ക് പിടിച്ച് സ്റ്റേഷനുള്ളിലേക്ക് നടക്കുന്നു. മറ്റു ചിലർ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കും. വളരെ വിശാലമായൊരു ഉദ്യാനം ഈ സ്റ്റേഷന് മുന്നിലുണ്ട്. ജീവനക്കാർ അതിരാവിലെ തന്നെ ക്ലീനിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഉദ്യാനത്തിൽ പലരും ചുരുണ്ടു കൂടിക്കിടന്ന് ഉറങ്ങുന്നുണ്ട്. പ്രൗഢഗംഭീരമായ പ്രാഗ് സ്റ്റേഷനുള്ളിലേക്ക് ഞങ്ങൾ അങ്ങനെ കടന്നു. പല കടകളും അടഞ്ഞു കിടക്കുന്നു. നല്ല തിരക്കുണ്ട്. യാത്രക്കാരൊക്കെ തങ്ങൾക്ക് പോകേണ്ട ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കി പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു നീങ്ങുന്നു. പലതരത്തിലുള്ള യാത്രക്കാർ. ചിലർ സൈക്കിളുമായാണ് സ്റ്റേഷനിലെത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ സ്വീകരിക്കാൻ പൂക്കളുമായി കാത്തു നിൽക്കുന്ന മറ്റു ചിലർ. എന്നാൽ ഞങ്ങളെ ആകർഷിച്ചത് ഇവരൊന്നുമല്ല. വലിയ മക്കൗ തത്തകളുമായി സ്റ്റേഷനിലെത്തിയ ഈ യാത്രക്കാരാണ് ഞങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. നാടോടികളാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ചിലയിടങ്ങളിൽ ആടുമായും കോഴിയുമായും ഒക്കെ യാത്ര ചെയ്യുന്നവരാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. വിശപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനായി എന്തെങ്കിലും വാങ്ങണം. ഫുഡ് വാങ്ങി ട്രെയിനിൽ വെച്ച് കഴിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. പോൾ എക്സ്പ്രസ് തുറന്നിട്ടുണ്ട്. ഷെൽഫിൽ നിരത്തി വെച്ചിരിക്കുന്ന കൊതിയൂറുന്ന ബേക്കറി ഐറ്റംസ് കണ്ടിട്ട് എൻ്റെ വായിൽ വെള്ളം മൂറി. വില അധികമായതിനാൽ 1-2 ക്രിസാൻഡ് വാങ്ങി ഞങ്ങൾ ഷോപ്പിന് പുറത്ത് കടന്നു. ഒരൽപ്പം നടന്നപ്പോൾ മറ്റൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലെത്തി ഞങ്ങൾ. ഉള്ളിൽ കടന്നപ്പോൾ ഷെൽഫിൽ നിരത്തി വെച്ചിരിക്കുന്ന കൊഫോള എന്ന ഡ്രിങ്ക്സ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചെക്കിൻ്റെ പ്രിയ പാനീയമായ കൊഫോള രുചിച്ചു നോക്കാതെ എങ്ങനെയാണ് പ്രാഗിനോട് യാത്ര പറയുക? 1960-ലാണ് കൊഫോള എന്ന ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവിടെ പ്രശസ്തമാകുന്നത്. ഇന്ന് യൂറോപ്പിൽ മൊത്തം ഇത് വിറ്റഴിക്കപ്പെടുന്നുണ്ട്. പോളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വില താരതമ്യേന കുറവാണ്. അതുകൊണ്ട് 1-2 ബേക്കറി ഐറ്റംസ് കൂടി ഞങ്ങൾ വാങ്ങി. ക്യാഷ് കൗണ്ടറിലൊക്കെ നീണ്ട ക്യൂ ആണ്. EC176 എന്ന ഇൻ്റർസിറ്റി ട്രെയിനിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. 8:28 ഇവിടെ നിന്നും പുറപ്പെട്ട് 12:43 ബെർലിനിലെത്തും എന്നാണ് ടിക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഇൻഫർമേഷൻ സ്ക്രീനിൽ ട്രെയിൻ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ എത്തുക. ഈ സ്റ്റേഷനിൽ എല്ലായിടത്തും സ്ക്രീനുകൾ വെച്ച് യാത്രക്കാർക്ക് വേണ്ട ഇൻഫർമേഷൻ അപ്പോൾ അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇതുമൂലം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അത്ര പരിചയമില്ലാത്ത നാടായിട്ട് കൂടി യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അണ്ടർ പാസിലൂടെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നടന്നു. പ്ലാറ്റ്ഫോം നമ്പറുകൾ ഒന്നിനു പിറകെ ഒന്നായി മറികടന്നാണ് ഞങ്ങളുടെ നടത്തം. പ്ലാറ്റ്ഫോം നമ്പർ എഴുതി കാണിക്കുന്നതിൻ്റെ ഇരുവശത്തും ആ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഒരൽപ്പം ശ്രദ്ധിച്ചാൽ തെറ്റുകളൊന്നും കൂടാതെ വളരെ അനായാസേന നമുക്ക് പ്ലാറ്റ്ഫോമിലെത്താം. അങ്ങനെ അവസാനം 5-ാം നമ്പർ പ്ലാറ്റ്ഫോം ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങളുടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട്. സ്റ്റെപ്പ് കയറിയോ എസ്കലേറ്ററിലൂടെയോ നമുക്ക് പ്ലാറ്റ്ഫോമിലെത്താം. ഞങ്ങളുടെ ട്രെയിൻ ഇതിനകം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലാണ് ഇത്തവണത്തെ യാത്ര. ഞങ്ങളങ്ങനെ 262-ാം നമ്പർ വാഗണിലേക്ക് കയറി. സീറ്റ് നമ്പർ 83-ഉം 85-ഉമാണ് ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ സീറ്റൊക്കെ കണ്ടുപിടിച്ച്
ലഗേജൊക്കെ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ വെച്ചിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. പ്രാഗ് എന്ന സുന്ദരമായ നഗരത്തിലെ കെട്ടിടങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി എൻ്റെ കാഴ്ചയിൽ നിന്നും അകന്നു പോകുന്നു. DB വെബ്സൈറ്റിൽ നിന്നാണ് ഇത്തവണ ഞങ്ങൾ ടിക്കറ്റുകൾ വാങ്ങിയത്. സൂപ്പർ സേവർ ഫെയർ എന്നാണ് ടിക്കറ്റുകൾ എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടേത് ഒരു ഫ്ലെക്സിബിൾ ടിക്കറ്റാണ്. ഈ ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സായാലും ഇതേ റൂട്ടിലുള്ള മറ്റൊരു ട്രെയിനിൽ 24 മണിക്കൂറിനുള്ളിൽ സഞ്ചരിക്കാനാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ സീറ്റ് റിസർവേഷൻ ഉണ്ടാകില്ല എന്ന് മാത്രം. 2 ടിക്കറ്റുകൾക്കായി ഞങ്ങൾക്ക് 65 യൂറോ ആണ് ചിലവായത്. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻ്റ് ആണെങ്കിലും സെക്കൻഡ് ക്ലാസ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ഫോട്ടോ ID കയ്യിൽ കരുതണമെന്ന് ടിക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ട്രാവലേഴ്സ് പാസ്പോർട്ടാണ് വെരിഫിക്കേഷന് വേണ്ടി കാണിക്കേണ്ടത്. ഇനി ഈ ട്രെയിനിലെ ഫെസിലിറ്റീസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. സീറ്റിനടിയിലായി വേസ്റ്റ് ബിന്നൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ലഗേജ് വയ്ക്കാൻ ഓവർഹെഡ് റാക്കുകളാണ് പ്രധാനമായും ഉപയോഗിക്കേണ്ടത്. വാഷ്റൂമിനടുത്തായി ലഗേജ് സ്റ്റോർ ചെയ്യാൻ ഡെഡിക്കേറ്റഡ് സ്പേസുകളുമുണ്ട്. കടന്നു പോകുന്ന സ്റ്റേഷനുകളും മുന്നോട്ടുള്ള സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയമൊക്കെ വളരെ കൃത്യമായി സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല, ട്രെയിനിൻ്റെ ഇപ്പോഴത്തെ സ്പീഡും യാത്രക്കാരുടെ അറിവിലേക്കായി ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. വൈഫൈ ഫെസിലിറ്റിയും ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോറുകളും ഒക്കെയുള്ള ട്രെയിനാണിത്. 1-2 തവണ ഡോറിനടുത്തെത്തിയപ്പോൾ ഡോർ സ്ലൈഡ് ചെയ്യാതെ ഞങ്ങൾ കുടുങ്ങി. ടെക്നീഷ്യൻസ് വന്ന് അത് നന്നാക്കുന്നത് പിന്നീട് ഞങ്ങൾ കണ്ടു. വളരെ വൃത്തിയുള്ള ഒരു വാഷ്റൂമാണിത്. യാത്രക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. 1-ലധികം മിററുകൾ, വൃത്തിയുള്ള വാഷ് ബേസിൻ, ലിക്വിഡ് ഹാൻഡ് വാഷ്, ടോയ്ലറ്റ് പേപ്പർ, ഡ്രയർ, അങ്ങനെ വാഷ്റൂം ഉപയോഗിക്കുന്നവർക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെയുണ്ട്. ഞങ്ങളുടേത് അവസാനത്തെ ബോഗി ആയതുകൊണ്ട് ഈ ഗ്ലാസ് ഡോറിൽ കൂടി പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഏകദേശം 16 ട്രെയിനുകൾ ഒരു ദിവസം ഈ റൂട്ടിൽ കൂടി ആയിരക്കണക്കിന് യാത്രക്കാരെ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്. 4 മണിക്കൂറിൽ കൂടുതലുള്ള ഈ ട്രെയിൻ യാത്രയിൽ ഒരു തരത്തിലും നമുക്ക് വിരസത തോന്നുകയില്ല. മനോഹരമായ പച്ചവിരിച്ച പാടങ്ങളും നദികളും ഒക്കെ മറികടന്നാണ് ട്രെയിൻ കുതിച്ചു പായുന്നത്. OBBയുടെ ട്രെയിനിൽ സ്വിറ്റ്സർലൻഡിലേക്ക് യാത്ര ചെയ്തപ്പോൾ അനുഭവിച്ച ലക്ഷറി ഒന്നും ഫസ്റ്റ് ക്ലാസ് ആയിട്ട് കൂടി ഈ ട്രെയിനിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. എങ്കിലും യാത്ര വളരെ കംഫോർട്ടായിരുന്നു. ബെർലിനെയും പ്രാഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റൂട്ട് മധ്യ യൂറോപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സഞ്ചാരപാതയാണ്. ചരിത്രം പരിശോധിച്ചാൽ 19-ാം നൂറ്റാണ്ടിൽ ഓസ്ട്രോ പ്രൂഷ്യൻ റെയിൽവേ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിരുന്നു ഈ റൂട്ട്. വർഷങ്ങൾ കടന്നു പോയപ്പോൾ മോഡേൺ ട്രാൻസ്പോർട്ടേഷൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവന്ന് ഈ റൂട്ടും ഇതിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിനുകളും ഒക്കെ നവീകരിക്കപ്പെട്ടു. മനോഹരമായ ഒരു സോളാർ പാടത്തിൽ കൂടെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ കടന്നു പോകുന്നത്. സോളാർ എനർജിയുടെ സാധ്യതകളെ എത്ര കാര്യക്ഷമതയോടാണ് ഇന്നാട്ടുകാർ പ്രയോജനപ്പെടുത്തുന്നത്. കൃത്യസമയത്ത് തന്നെ ട്രെയിൻ ബെർലിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് ഡിസ്പ്ലേ സ്ക്രീനിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കി. അവസാനം ഞങ്ങൾ അങ്ങനെ ബെർലിനിൽ എത്തിച്ചേർന്നു. യൂറോ കപ്പിൻ്റെ ആതിഥേയ നഗരമാണ് ബെർലിൻ. അതിൻ്റെ വൈബ് എല്ലായിടത്തും കാണാം. കടന്നു വന്ന നഗരങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബെർലിൻ സ്റ്റേഷൻ വളരെ വലുതാണ്. പല നിലകളിലുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ സ്റ്റേഷൻ്റെ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. ഞങ്ങളങ്ങനെ പെട്ടിയും ബാഗും ഒക്കെ തൂക്കി ബെർലിൻ്റെ കാഴ്ചകൾ തേടി പുറത്തേക്ക് നടന്നു. അപ്പോൾ കൂടുതൽ ബെർലിൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.